ഹലോ ഹലോ, പൈസ തന്നിട്ട് പോണം. 240 രൂപ. അതെ, എനിക്ക് വാങ്ങലേ ഉള്ളൂ, കൊടുക്കലില്ല. എന്റെ പേഴ്സ് ഇവിടെ വെച്ച് മനുഷ്യനെ മെനക്കെടുത്താ കുപ്പിയും കയറോ. വരട്ടെ. ഇതുപോലെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോകരുത്. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് പോകൂ. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് റെസ്റ്റോറന്റിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. അയ്യടാ, നീ എന്നെ കുറിച്ച് എന്താ കരുതിയേ? കഴിപ്പിക്കാൻ നടക്കുന്നു, വായി നോക്കി. അല്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പ്. അയ്യോ, കണ്ടു. ആ പോയ പെണ്ണേതാ? അത് ആ കുട്ടി എന്റെ അമ്മയുടെ അച്ഛന്റെ അനിയത്തിയുടെ പെങ്ങടെ കുഞ്ഞമ്മയുടെ മകളുടെ മകള്. പറഞ്ഞു വരുമ്പോ അതിന്റെ അമ്മാവ് എന്റെ അമ്മായിയായിട്ട് വരും. ഞങ്ങൾ ആങ്ങളെയും പെങ്ങളുവാ. ആങ്ങളായിട്ട് വന്നാലും കൊള്ളാം, പെങ്ങളായിട്ട് പോയാലും കൊള്ളാം. സംഗതി ആകെ കുഴപ്പമായി. ആ കുട്ടിയെ ചേട്ടൻ അറിയോ? അതിന്റെ കാര്യമല്ല, പിന്നെ അവര് നിന്നെ തപ്പി നടക്കുക. ആര്? ലക്ഷ്മിയുടെ ചേട്ടനും കൂട്ടുകാരും. എന്താ കാര്യം? ഞങ്ങളുടെ കല്യാണം നടത്തി തരാനാണോ? അല്ലടാ, നിന്റെ അടിയന്തരം നടത്താൻ. ഇങ്ങോട്ട് വാടാ. ലക്ഷ്മി ഇന്നലെ ഛർദിച്ചു. അത്രേ ഉള്ളോ? വല്ല ദഹനക്കേടുമായിരിക്കും. ദഹനക്കേടല്ലടാ, ഗർഭം. കല്യാണത്തിന് മുമ്പ് ഗർഭം. നാട്ടുകാരറിഞ്ഞാൽ, എന്റെ വീട്ടുകാരറിഞ്ഞാൽ ആകെ പ്രശ്നം. ഇനി എന്താ വഴി? എനിക്ക് പരിചയമുള്ള ഒരു ഡോക്ടറുണ്ട്. കലക്കിയില്ല, അതിന് കുറച്ച് കാശ് ചെലവാവും. ഒരു 2,000-3,000 രൂപ വേണ്ടി വരും. കാശ് എനിക്കൊരു പ്രശ്നമല്ല. ഇത് പ്രശ്നമാകുന്നതിന് മുമ്പ് പോയി മാപ്പ് പറയടാ കോപ്പെ. കറക്റ്റ്. ഒരു 2 ഡബിൾ ഫുൾ. നയാ പൈസ കയ്യിലില്ലാണ്ട് ബ്രാൻഡ് ഷാപ്പിൽ പോയി. അപ്പോഴാണ് ഓമനക്കുട്ടനെ കൈ കിട്ടിയത്. ലക്ഷ്മി ഛർദിച്ചു, ഗർഭിണിയാണെന്ന് പറഞ്ഞ് 4,000 രൂപ ഒപ്പിച്ചു. 2 ഫുള്ളും ഒരു ചിക്കൻ ഫ്രൈയും അടിച്ചു മരിക്കുക. അടിച്ചോ? താനൊക്കെ കൂടെ എന്നെ നാറ്റിക്കും. ഏത് സമയത്താണോ ഭഗവാനെ ഇങ്ങനെ ബുദ്ധി എന്റെ തലയിൽ ഉദിച്ചത്? ഇന്നലെ മാളവികയുടെ വീട്ടിൽ പോയപ്പോ അവളുടെ ചേട്ടൻ എന്റെ അടുത്ത് ഭയങ്കര പ്രേമം. ഇവിടെയാണെങ്കിൽ ഓമനക്കുട്ടൻ. അതിനിടയ്ക്കാണ് തന്റെ ഒരു ഗർഭകഥ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ, കരുതിക്കുട്ടിയല്ലേ? എനിക്കൊരു ഐഡിയ. എന്താ? ഈ 2 ഫുൾ അകത്താക്കിയതിന് ശേഷം ഇതിൽ എങ്ങനെ ഊരാമെന്ന് നമുക്ക് ചിന്തിക്കാം. ഓസിന് കിട്ടിയ ഒട്ടകത്തിനെയും വിഴുങ്ങുന്ന കഴുത. ഇങ്ങോട്ട് വരണ്ട. മുക്കാൻ പൈപ്പിൽ വെള്ളമില്ല. ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി നിന്നെ പ്ലീസ്. ഈ സമയത്ത് തന്നെ സ്റ്റാൻഡ് കുഴപ്പമാവും. നിന്ന് പ്ലീസ്. ഒരു സെക്കൻഡ് വെയിറ്റ് പ്ലീസ്. അതെ, എന്നോട് പിണക്കമാണോ? ഇങ്ങോട്ട് നോക്കൂ. അതെ, ഒന്നും മനഃപൂർവ്വമല്ല. ഒരു ദുർബല നിമിഷത്തിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്. ക്ഷമിച്ചു എന്നൊരു വാക്ക് എന്നോട് പറയൂ. അങ്ങനെ പറയരുത്. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. അത് മദ്യപിക്കുന്നവരെയും സിഗരറ്റ് വലിക്കുന്നവരെയും ലക്ഷ്മിക്ക് ഇഷ്ടമാണെന്ന് കേട്ടപ്പോ ലക്ഷ്മിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മദ്യപിച്ചത്. ഇനി ഇയാളുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഇനി എന്നെ ശല്യപ്പെടുത്തിയ ഞാൻ നിങ്ങളെ കോടതി കയറ്റും. എല്ലാരോടും വിളിച്ചു പറയും എന്റെ വയറ്റിൽ കിടക്കുന്നത് നിങ്ങളുടെ കുഞ്ഞാണെന്ന്. അല്ല, നാട്ടുകാരെ അറിയിക്കാതെ ഗാന്ധർവ രീതിയിൽ എന്തെങ്കിലും. വരുന്ന അടുത്ത കോടാലി. ഇതേത് ബംബിളി മാസ്? ലക്ഷ്മിക്കുട്ടി, ഇതാര്? താനങ്ങോട്ട് മാറി. എനിക്കറിയില്ല. കൊറേ നാളെ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയിട്ട് എന്റെ പിന്നാലെ കൂടിയിരിക്കുക. അത് ഞാൻ നടത്തി തരാം. ലക്ഷ്മിയോടെ നിൽക്കാം. ഹലോ, ഒന്ന് വന്നേ, ചോദിക്കട്ടെ. എന്താ ഓമനക്കുട്ട ലക്ഷ്മിയായിട്ട്? അപ്പൊ ലക്ഷ്മി എല്ലാം പറഞ്ഞില്ലേ? കൊച്ചു കള്ളി. അതെ, ഞാൻ ലക്ഷ്മിയായിട്ട് പരസ്പരം അടുത്ത് പോലെ. ഞാൻ കെട്ടാൻ പോണ പെണ്ണായി ലക്ഷ്മി. നീ അവളെ കാണൂടാ? ഇല്ല, കാണൂല. കാണും. പിന്നെന്താ പറയണ്ട? കാണൂന്നാ കാണൂല. വീട്ടിൽ പോടാ. എന്റെ ഹോണ്ട സ്പ്ലെൻഡർ നിന്റെ മണ്ട അടിച്ചാൻ പൊട്ടിക്കും. വീട്ടിൽ പോടാ. ഇതെന്തൊരു ബ്ലണ്ടർ? ഓ, ഒരു 2 എണ്ണം പൊട്ടിച്ചു. ലക്ഷ്മി കയറ്. എടാ കച്ചത്തി തേങ്ങ വച്ചോനെ, അവളുടെ ഗർഭത്തിന് ഉത്തരവാദി നീയാണെന്ന് ഞാൻ വരുത്തി തീർക്കും. നോക്കിക്കോ. വാ, ഇറങ്ങ. ഇതാണ് എന്റെ കോളേജ്. ഞാൻ ഇറങ്ങുന്നില്ല. ഇറങ്ങിയ ഓഫീസിലെത്താൻ വൈകും. പ്ലീസ് ഇറങ്ങുന്നേ. എന്റെ ഏട്ടൻ കിട്ടാൻ പോകുന്ന പെണ്ണിനെ എല്ലാരും ഒന്ന് കാണട്ടെ. എത്രയായി? 22. ഓട്ടോയുടെ വിലയല്ലേ ചോദിച്ചു. വീട്ടിൽ എത്രയായി? അത് തന്നെ പറഞ്ഞ്. റിട്ടേൺ ചേർത്ത് 22. എന്താ പ്രശ്നം? ഹോസ്റ്റലിൽ നിന്ന് ഇവിടം വരെ വരാൻ 22 രൂപ. എന്തോ മോനെ ഓട്ടക്കാരാ, ഇത് സ്ഥലം വേറെ. കിട്ടുന്ന വാങ്ങിച്ചു പോകാൻ നോക്കടാ. ഒരു $15 കൊടു. 15 രൂപ. ഓട്ടെ, പാവല്ലേ? 15 രൂപ. മാറി നിൽക്ക്, ഇറച്ചിലും മണ്ണാക്കണ്ട. നീ എന്നാ നന്നാവൂലടാ.
ആ ഇതൊരു 25 കൊല്ലം മുമ്പേ എന്റെ തന്ത എന്നോട് പറഞ്ഞിട്ടുള്ളതാ. തമിഴന്നൂരൊക്കെ പറഞ്ഞു നടക്കണേ. അല്ല ഇതാരാ മാളു പുതിയൊരാള്? ഓ സോറി, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് ശ്രീലക്ഷ്മി, മാറി. എന്റെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന. ഹലോ, ഐ ആം ഗോവിന്ദ്. ഐ ആം കൃഷ്ണ, ബാലകൃഷ്ണ. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. അഖില, വർഷ, ഇത് ലക്ഷ്മി, എന്റെ ബ്രദറിന്റെ വുഡ് ബി. ഓ ഹലോ. ഈ റിങ് പുതിയതാ? ബോബി എന്തിയെ? ബോബി അതിന്ന് അവൻ മുണ്ടെടുത്ത് വന്ന പ്രിൻസിപ്പൾ പിടിച്ച് പുറത്താക്കി. അതെന്താ അങ്ങനെ? അത് കലിപ്സിന് സ്റ്റുഡൻസ് മുണ്ടെടുക്കുന്നത് അലർജിയാ. ആ അതൊക്കെ പോട്ടെ. നിങ്ങളെ ചേട്ടൻ കെട്ടാമണ പെണ്ണെ പരിചയപ്പെട്ടു. വരൂ. ആ. ആ. എടാ വിക്ടറെ, അത് നോക്ക്, നമ്മുടെ മാളുവിന്റെ കൂടെ ഒരു യമണ്ടൻ ചരക്ക്. ആരാണത്? എന്റെ ഈശോയെ, ശരിയാണല്ലോ. ഒന്ന് പരിചയപ്പെട്ടു. ആ വാടാ. വിക്ടറെ, വെറുതെ പോരി കാണിക്കണ്ട, ഇവിടെ നിൽക്ക്. നീ വാടാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇതാരാ മാളു ഈ പുതിയ ഐറ്റം? ആചാന ബാഹു. പോവാൻ വരട്ടെ. പുതിയൊരാള് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോ അവര് വന്ന് നമ്മളെ പരിചയപ്പെടണം, അതല്ലേ ശരി? ഇനി അതല്ല, അങ്ങോട്ട് വന്ന് പരിചയപ്പെടണമെങ്കിലും ഈ വിക്ടറിന് ഒരു ഈഗോയും ഇല്ല അല്ലേ? പ്രത്യേകിച്ച് സുന്ദരികൾ. യുവർ ഗുഡ് നെയിം പ്ലീസ്. കൈ വിടൂ റാസ്കൽ. താനെന്താ വിചാരിച്ചിരിക്കുന്നത്? ഞാൻ പ്രിൻസിപ്പലോട് കംപ്ലൈന്റ് ചെയ്യും. ആ നീ കംപ്ലൈന്റ് ചെയ്യലടി, കാണട്ടെ. ഏയ് മിസ്റ്റർ, കൈ എടുക്കണം. എന്താ? ഏയ് മോശമല്ലേ ഇതൊക്കെ? ഇവിടെ മണി വിശ്വാസം. ലക്ഷ്മി, നീ ഇവിടെ ആരെ വെച്ച് നിൽക്കണം? വാടാ. അവൻ ഇവൻ പോയില്ലേ? എടാ, ഈ കോളേജ് വന്ന പെമ്പിള്ളേരെ നീ എന്തിനാ ശല്യപ്പെടുന്നത്? അമ്മ നമ്മളെ തിരിച്ചെടാ, നീ കോഴിയാണെന്ന് ഞങ്ങൾക്കറിയാം. നീ കോഴി ആയതുകൊണ്ട് നിന്റെ അണ്ണ ലക്ഷ്മി വേണ്ട. ഫാദർ, ഞാൻ ഈ കുട്ടിയുമായി വന്നപ്പോ ഈ വിക്ടർ, ഇതാരാ? അത് ഞങ്ങൾ ഒരുമിച്ച് ഹോസ്റ്റലില്. ഞാനിവിടെ പ്രിൻസിപ്പൾ ആയിരിക്കുന്നിടത്തോളം കാലം ഇതിവിടെ നടപ്പില്ല, അല്ലെങ്കിൽ അനുവദിക്കില്ല, അല്ലെങ്കിൽ സമ്മതിക്കില്ല. ഊതരുത്. വേണ്ട, എല്ലാവരും ക്ലാസ്സിൽ പൊക്കോളൂ. ഞാൻ വേണ്ടത് ചെയ്തോളാം. യു ആർ സസ്പെൻഡഡ്. താങ്ക് യു സർ. ഒന്ന് നിർത്താൻ. ഹലോ, ആരാ? ആ ഉണ്ട്, കൊടുക്കാം. ഹലോ. ഹലോ ബോബി. സാറ്റർഡേ സൺഡേ ആയതുകൊണ്ട് 2 ദിവസത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാ വിളിച്ചത്. എടാ മണ്ട, അവളുടെ പേര് ചോദിക്കും. ആ, ഞാനിപ്പം മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ താൻ വിളിച്ചെങ്കിലെന്ന്. തന്റെ പേരറിയാമായിരുന്നെങ്കിൽ, നമ്പർ അറിയാമായിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചനെ. ഇപ്പോ ഒരു നേരമെങ്കിലും തന്റെ ശബ്ദം കേട്ടില്ലെങ്കിൽ എന്തോ പോലെ. ഹലോ ഹലോ പറ. ഹലോ, എന്താ മിണ്ടാത്തെ? എന്താ മിണ്ടാത്തേന്നോ? തന്റെ സംസാരം കേൾക്കാൻ നല്ല രസമുണ്ട്. അതിരിക്കട്ടെ, തനിക്ക് ഞാനൊരു സമ്മാനം തന്നാ മേടിക്കോ? പക്ഷേ തിരിച്ചും തരണം. തരട്ടെ? ഉമ്മ. എനിക്ക് പേര് പറഞ്ഞ തരാം. എന്താ തിരികെ തരാത്തെ? അതേ, ഇയാളുടെ പേര് പറഞ്ഞാൽ തരാം. ഏയ് ഇല്ലില്ല, പേര് ഞാൻ പറയുന്ന പ്രശ്നേ ഇല്ല. കഷ്ടമുണ്ട്, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ തിരിച്ചും തരണോന്ന്.
താങ്ക് യു. അവക്ക് ഉമ്മ കിട്ടി താങ്ക്സും പറഞ്ഞു. ഞാൻ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് വേറെ ആരോ. ഇതിനകത്ത് ആരുമില്ലല്ലോ. കൂന്തവിടെ ഇപ്പൊ വരാട്ടോ. വാ. നിന്റെ ഉമ്മ ഞാൻ പറ്റിച്ചു. ആ, രണ്ടാളും നീ എങ്ങനെ ഉമ്മ പറ്റിച്ചു. വെച്ചത്? അയ്യോ, കൂന്ത് പോണം. ഇന്നെ മാറിപ്പോയി. ഉജ്ജലന്റെ ഉച്ചി കൊണ്ട് ലക്ഷ്മി ഇവിടെ എന്താ പ്രശ്നം? വഴക്കൊടുക്കും. ഹൃത്തിക് റോഷൻ, ബിൽ ക്ലിന്റൺ, കോഴിപ്പുറം. ഓമന പൊട്ടാൻ.